ടോബി ജോൺസൺ വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. ടോബി, ഈ വിലാപയാത്ര തീർച്ചയായിട്ടും മിഴി നനഞ്ഞ് പ്രിയപ്പെട്ട ആളുകൾ എന്നും VS-നെ അത്ഭുതത്തോടെയും ആദരവോടെയും നോക്കിക്കണ്ട ആയിരങ്ങളാണ് വഴിയോരങ്ങളിൽ മഴയൊക്കെ അവഗണിച്ച് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ടോബി, വിലാപയാത്ര ഇപ്പോൾ എവിടെ എത്തിയെന്നാണ് കരിയിലക്കുളങ്ങര കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നങ്ങ്യാർ കുളങ്ങരയിലേക്കുള്ള യാത്രയിലാണ് ഈ വാഹന വ്യൂഹം എന്ന് തിരിച്ചറിയുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? SKN നങ്ങ്യാർ കുളങ്ങരയിലേക്ക് എത്തുന്നു. അതിനു മുമ്പുള്ള രാമപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ ഇവിടെ ഒരു ഹോൾട്ട് ഇല്ല. കാരണം ഇവിടെ നിന്നും കടന്നു പോകുക ഇതൊരു പോയിന്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വേഗം കടന്നു പോകാനുള്ള ശ്രമമാണ്. ഈ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ ഗതാഗത പ്രശ്നങ്ങളുമുണ്ട്. എന്തായാലും അതിലും വലിയൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ദേശീയപാതയിലും ആളുകൾ വന്ന് ഇരുവശവും തടിച്ചുകൂടി നിൽക്കുന്നു. ബൈക്കിലൊപ്പം സഞ്ചരിക്കുന്നു. VS-നെ കൊണ്ടുവരുന്ന KSRTC ബസിന്റെ ഇരുവശവും വാഹനങ്ങൾ, ബൈക്കുകൾ, അങ്ങനെ VS-നെ അനുഗമിക്കുന്നവർ ഏറെയാണ്. നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് VS-ന് ലഭിച്ച യാത്രയപ്പ് കണ്ടതാണ്. അതിനുശേഷം കൊല്ലത്ത് വെച്ച് നൽകിയ യാത്രയപ്പ്, കൊല്ലംകാർ നൽകിയ യാത്രയപ്പ് നമ്മൾ കണ്ടു. എന്നാൽ ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ആലപ്പുഴക്കാർ മാത്രമല്ല, കേരളത്തിലാവാനമുള്ള, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പാർട്ടി പ്രവർത്തകരും VS അനുയായികളും അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും എല്ലാവരും ഈ ആലപ്പുഴയിലേക്ക് ഇന്നേ ദിവസം ഒഴുകിയെത്തി എന്നുള്ളത് തന്നെയാണ്. പലരും രാവിലെ തന്നെ ഈ വീട്ടുമുറ്റത്തും അതുപോലെ തന്നെ വലിയ ചുടുകാട് ഭാഗത്തുമൊക്കെ വന്നിരുന്നു. പക്ഷേ താമസിക്കുന്നു, ഈ വിലാപയാത്ര താമസിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവരെല്ലാം ഈ വാഹനം എവിടെയാണോ അവിടേക്ക് വാഹനങ്ങളെടുത്ത്, അവരുടെ വണ്ടികളെടുത്ത് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ എത്തിയവരെല്ലാം ഈ വാഹനത്തിനൊപ്പം സഞ്ചരിക്കുകയാണ്, ഈ വിലാപയാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുകയാണ്. അതിശക്തമായ മഴയുണ്ട്. ഈ നേരം വരെ മഴ തോർന്നിട്ടില്ല. ശക്തമായ മഴ പെയ്യുകയാണ്. ആ മഴയെയും അവഗണിച്ചുകൊണ്ട് VS-നൊപ്പം സഞ്ചരിക്കാൻ ലഭിക്കുന്ന അവസാനത്തെ ആ ഒരു നിമിഷം അതിനവർ തയ്യാറാവുകയാണ്. അങ്ങനെ VS-നൊപ്പം അവസാനത്തെ യാത്രയിൽ ആയിരക്കണക്കിന് ആളുകളാണ്. കുട്ടികളുമായി വരുന്നവർ, പിഞ്ചുകുട്ടികളുമായി വരുന്നവർ, പ്രായമുള്ള അമ്മമാരുമായി വരുന്നവർ, അങ്ങനെ വഴിയുടെ ഇരുവശവും, ഈ ദേശീയപാതയുടെ ഇരുവശവും ആളുകൾ തടിച്ചുകൂടുകയാണ്. ഇന്ന് രാവിലെയാണ് കൊല്ലം ജില്ലയിൽ നിന്നും ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നത്. ആലപ്പുഴ ജില്ലയിൽ ആ VS-ന്റെ മണ്ണായ ആലപ്പുഴ ജില്ലയിൽ വലിയ സ്വീകരണം, വലിയ യാത്രയയപ്പ് തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കായംകുളം ജംഗ്ഷനിലും KPC ജംഗ്ഷനിലും എല്ലാം തന്നെ വലിയ സ്വീകരണം. ഓച്ചിറയിൽ ആ കൊല്ലം ജില്ലയിൽ നിന്ന് കടക്കുന്നവിടത്തൊക്കെ തടിച്ചുകൂടിയ ജനസാഗരം അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഒരു ജനകീയ നേതാവിന് എങ്ങനെയാണ് അന്ത്യാഞ്ജലി ചൊല്ലേണ്ടത്, എങ്ങനെയാണ് യാത്രാമൊഴി ചൊല്ലേണ്ടതെന്ന് കേരളം കാണിച്ചു തരുന്ന കാഴ്ചയാണ്. അത്രത്തോളം നെഞ്ചിലേറ്റിയ ജനങ്ങളാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് തന്നെ ഈ ആലപ്പുഴയുടെ ഇരുവഴികളിലൂടെയും ഈ ബസ് കടന്നു പോകുന്ന, ആ വാഹന വ്യൂഹം കടന്നു പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ മഴയെ അവഗണിച്ചും, ഈ മഴയെക്കുറിച്ച് പറയുമ്പോൾ VS-ന്റെ ഒരു കാര്യം കൂടി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.